രാജ്യസഭ എന്നുള്ളത് ഫെനറ്റിക്കാവരും, അത് ഉണ്ടായാൽ മതി. ഐ എം നോട്ട് എ പൊളിറ്റീഷ്യൻ. യെസ്, എൻ്റെ ചായ്മയുണ്ടെന്നുള്ള മാത്രം, അത് ഐഡിയോളജി, അത് ആർക്കും എന്തോ. ഓയിനച്ചാമിക്ക് ഞങ്ങൾക്ക് ബിരിയാണി കൊടുക്കണമെങ്കിൽ സാറേ ഞങ്ങൾക്ക് മണം ബിരിയാണി, അത് കറക്റ്റാണത്. ഞാൻ ഒരിക്കലും ഇമ്രാൻ കണ്ടിട്ട് പടം നന്നല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല. ട്രംപ് എന്ത് വരട്ടിയാലും ശരി, ഇവിടെ നിങ്ങളിപ്പം പറയും ട്രംപ് പറഞ്ഞിട്ടാണ് സീസ് ഫയർ ചെയ്തതെന്നത്. നോ, അന്ന് എൻ്റെ അച്ഛൻ അങ്ങനെ എന്നെ അടിച്ചില്ലായിരുന്നു എന്ന് ഞാനൊരു തേർഡ് റേറ്റഡ് ഇൻഡിവിജ്വലായിട്ട് ഇവിടെ എനിക്ക്. ആരാണ് ഒരു സൈനികൻ? കീർത്തി ചക്ര എന്നൊരൊറ്റ സിനിമയിലൂടെ ഒരു സൈനികന്റെ ജീവിതവും ത്യാഗവും മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തന്ന ഒരു സംവിധായകൻ മേജർ രവി. ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. സർ, നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കുകയാണ്, എക്സ് മിലിറ്ററി എന്നൊരു ഇതിൽ നിൽക്കുമ്പോൾ ഹൗ ആർ യു നൗ ഇൻ യുവർ ലൈഫ് ഗോയിങ് ഓൺ? ഞാൻ സത്യം പറഞ്ഞു ഞാൻ മിലിറ്ററിയിൽ ഇതുവരെയും റിട്ടയർ ആയി എന്നുള്ള എനിക്കൊരു ഫീൽ തോന്നിയിട്ടില്ല. ഞാൻ റിട്ടയർ ആയിട്ടില്ലായിട്ട് ഞാൻ വിചാരിക്കാറ് പോലുമില്ല. കാരണം എന്ന് നമ്മൾ റിട്ടയർ ആയിന്ന് മനസ്സിനകത്തോട്ടം കയറ്റിയോ അന്ന് നമ്മൾ പിന്നെ ടയർഡായി. അതാണ് ഞാൻ പറയുന്നത്, ഐ എം റിട്ടയർഡ് ബട്ട് നോട്ട് ടയർഡ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പട്ടാളം എങ്ങനെ മിസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ചെയ്ത സിനിമകളെല്ലാം പട്ടാള ക്യാമ്പും പട്ടാളക്കാരുമായിട്ടുള്ളതാണ്. അപ്പോൾ ഐ വാസ് അപ്ഡേറ്റഡ് വിത്ത് ദം. ഓരോ പുതിയ ഗണ്ണുകൾ വരുമ്പോഴും പുതിയ എക്യുപ്മെൻറ്റ്സ് വരുമ്പോഴൊക്കെ നമ്മൾ ഓരോ ഷൂട്ടിന് പോകുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഓ, മിലിറ്ററി ഹാസ് ഗോൺ ദിസ് വേ. അത് കാണുന്ന സമയത്ത് എനിക്ക് പട്ടാളം അങ്ങനെ മിസ് ചെയ്യാറില്ല. പക്ഷെ പട്ടാളം മിസ് ചെയ്യുന്നുണ്ട്. എപ്പം എന്നറിയോ, നമ്മളൊരു സോഷ്യൽ ആനിമലായിട്ട് മാറുകയാണ്. പട്ടാളം വിട്ടിട്ട് ഇപ്പോൾ ഒരു മേജർ രവി എന്നുള്ളൊരു ആൾ സോഷ്യലായിട്ട് നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങൾക്കും നമുക്ക് എന്താ പറയുന്നത്, അതിന് ചീത്ത വാക്കുകൾ കേൾക്കേണ്ടി വരിക. ഞാൻ പലപ്പോഴും അത് പട്ടാളത്തിലില്ലാന്ന്. പട്ടാളത്തിൽ ഇഫ് യു ഡു എ ഗുഡ് ജോബ് യു വിൽ ഗെറ്റ് എ പാറ്റ് ഓൺ യുവർ ബാക്ക് എന്ന് പറഞ്ഞാൽ മുതുകത്തൊരു തട്ട് കിട്ടും. പക്ഷെ ഇവിടെ എങ്ങനെയാണ്, നിങ്ങൾ നല്ല കാര്യം ചെയ്താലും ശരി ആളുകൾ നോക്കുന്നത് നിങ്ങളുടെ ഷിന്നിന് എങ്ങനെ അടിക്കാമെന്നുള്ളതാണ്. കാലിൻ്റെ ഈ ഫ്രണ്ടിലുള്ള എല്ലിന് അടിച്ചു കഴിഞ്ഞാൽ നല്ല വേദനയാണ്. അപ്പോൾ അതിനാണ് ആ ഇംഗ്ലീഷ് ഫ്രീമറാണ്. പിന്നെ ഐ എക്സ്പെക്റ്റഡ് എ പാറ്റ് ഓൺ മൈ ബാക്ക്, ഐ ഗോട്ട് എ കിക്ക് ഓൺ മൈ ഷിൻ എന്ന് പറയും. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. പട്ടാളത്തിൽ എപ്പോഴും നല്ല കാര്യം ചെയ്തൊരു പാറ്റ് ഉണ്ടായിരിക്കും, തെറ്റ് ചെയ്തതിന് ശകാരം ഉണ്ടായിരിക്കും. പക്ഷേ ശകാരം എന്തിനാണെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം പഠിക്കാൻ വേണ്ടി. ഇവിടെ ശകാരം അല്ലാതെ ഇവിടെ ഈ കാലിൻ്റെ ബിരിയാണി ഓടിച്ചു കൊടുക്കി ഇനി അവൻ നല്ല കാര്യം ചെയ്യരുത്. ഇതാണ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഐ എം നോട്ട് മിസ്സിങ് മൈ ആർമി ബിക്കോസ് ഈ കൊല്ലത്തിലും എൻ്റെ ന്യൂ ഇയർ എന്ന് പറയുന്ന ഒരു വലിയൊരു കോളേജിൽ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ when I address those people, എല്ലാം ആസ്പയറിങ് ടു ജോയിൻ ആർമി, നേവി, എയർഫോഴ്സ്, ഇങ്ങനെയുള്ള കുട്ടികൾ എൻ്റെ കുട്ടികളുണ്ട്, മേജർ രവീസ് അക്കാഡമിയുടെ. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ട് നോക്കുമ്പോൾ ഞങ്ങളിപ്പോഴും എൻ്റെ ടീം എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം എനിക്കൊരു കമാൻഡോ ടീം കൂടെ രൂപീകരിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ ഇൻസ്ട്രക്ടേഴ്സായിട്ട് നിൽക്കുന്നപ്പോഴും എൻ്റെ കൂടെ കമാൻഡോയിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ 10 പേരുടെ അടുത്ത് വരാൻ പറഞ്ഞാൽ കട്ടയ്ക്ക് നിൽക്കും, മറ്റേ കൊട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പട്ടാളക്കാർ ഇപ്പോഴും ഓൾ കേരളത്തിലുണ്ട്. അപ്പോൾ എൻ്റെ ബഡ്ഡി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ പട്ടാളം മിസ് ചെയ്യാറില്ല. ഇപ്പം സാറ് പറഞ്ഞു പുതിയ സിനിമകൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് പുതിയ പുതിയ സംവിധാനങ്ങൾ, പുതിയ പുതിയ ആയുധങ്ങളെല്ലാം കണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ, ഇന്ത്യക്ക് ഓരോ രീതിയിലുള്ള സംവിധാനങ്ങൾ വരുന്ന സമയത്ത് ഹൗ ഡു യു ഫീൽ? അത് ഞാൻ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഇദ്ദേഹം BJP-കാരനാണ് അല്ലെങ്കിൽ BJP ഭരിക്കുന്നതുകൊണ്ടാണ്. ആ മാറ്റങ്ങൾ ശരിക്കും എവിഡൻ്റായിട്ട് കാണുന്നു. ഇന്നിപ്പോൾ പെൽഗാം അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ക്രിറ്റിസിസങ്ങളും വെരി സാഡ് ടു സീ ദ വേ ഇന്ത്യയിലുള്ള രാഷ്ട്രീയക്കാർ തന്നെ ഒരു പർട്ടിക്കുലർ പാർട്ടി തന്നെ പറയാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് പാകിസ്ഥാൻ അത് ചെയ്തു, പാകിസ്ഥാൻ നമ്മുടെ 5 വിമാനങ്ങൾ തള്ളിയിട്ടു അല്ലെങ്കിൽ കൊന്നു. ഇത് പറയാൻ എന്തൊരു ആവേശമാണെന്ന് പറയും. എങ്ങനെ സാധിക്കുന്നത് നിങ്ങൾക്ക്? നമ്മുടെ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ മറ്റു രാജ്യം ജയിച്ചു എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു വീറും വാശിയും കാണുന്ന സമയത്ത് ഐ റിയലി ഫീൽ ഷോക്ക്ഡ്. ഇവിടെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യം, നമ്മുടെ പട്ടാളക്കാർ ഫൈറ്റ് ചെയ്ത് ജയിച്ചിട്ടുള്ള 3-ാം ദിവസത്തിൽ സീസ് ഫയർ വന്നു. അതിനും കുറ്റം. എന്തിനും സീസ് ഫയർ ചെയ്യുമോ? പേടിച്ചിട്ടല്ലേ? അല്ല, ഒരു സീസ് ഫയർ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ കാണുന്ന സമയത്ത് നമുക്ക് വാശി, നമ്മുടെ 26 പേരെ കൊന്നത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റുകൾ. അതിനുള്ള പ്രതികാരം എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചിട്ട് ആദ്യം തുടങ്ങി. ആ 3 പേര് 4 പേരെ അവിടെ പോയി. പക്ഷേ ആ സമയത്തൊക്കെ ഇന്ത്യ പ്രിപ്പയർ ചെയ്യായിരുന്നു. ആ 4 പേരുടെ പിറകിലല്ലായിരുന്നു. ഈ 4 പേരെ പറഞ്ഞയച്ചൊരു രാജ്യമുണ്ട്, അവൻ്റെ പിറകിലായിരുന്നു ഇന്ത്യ നോക്കിയിരുന്നു. ഇത് ഇവിടെ തന്നെ കിടക്കും, ഈ കാട്ടിൽ ഞങ്ങൾ പിടിക്കും.
അതിപ്പോൾ പിടിച്ചപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്ക് ആ ന്യൂസും കിട്ടിയില്ലേ, അവരിപ്പോൾ ഒന്ന് അതിന് സമയമുണ്ട്. സോ പ്രയോറിറ്റീസ് ആർ ഡിഫറൻറ്റ്. അങ്ങനെയുള്ളൊരു രാജ്യത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരു പാർലമെൻറ്റിൽ കയറി നിന്നുകൊണ്ട് ഉത്തരം പറ, നമ്മുടെ 5 റാഫാൽ വീണില്ലേ, ഇതിനിപ്പോൾ നമ്മൾ റോൾ കാർഡ് എടുത്തിട്ട് ഈ ഷീറ്റ് ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. ദർ ആർ സെർട്ടൺ നോംസ്, സെക്യൂരിറ്റി നോംസ്. അപ്പോൾ അങ്ങനൊന്ന് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയും, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മീഡിയ അറിയും. നിങ്ങളായിട്ട് പറഞ്ഞുണ്ടാക്കുകയാണ് റാഫാൽ വീണു, റാഫാൽ വീണു, റാഫാൽ വീണു. അവിടെ വീണിരിക്കുന്ന ഒരു MiG-29 ആണ്. MiG-29 വീണിരിക്കുന്നതും അതും ബട്ടിൻ്റെ എയർബേസിൽ നിന്ന് ട്രെയിനിങ്ങിന് വേണ്ടി ടേക്ക് ഓഫ് ചെയ്ത് ഈ സമയത്ത് ടേക്ക് ഓഫ് ചെയ്ത് അത് അപ്പുറത്തെ ഫീൽഡിൽ പോയി വീണു, ബ്ലാസ്റ്റായി. പക്ഷെ ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല. സോ നിങ്ങളിത് പറയാൻ ആഗ്രഹിക്കുക, നിങ്ങളുടെ വിമാനം തകർന്നു, ഇന്ത്യയുടെ വിമാനം പാകിസ്ഥാൻ തകർത്തിട്ടു, ഇത് പറയാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നതെന്നാണ്. നമ്മൾ സ്കൂളിലൊരു തല്ല്, നമ്മൾ കൂട്ടുകാരെ വഴക്കുണ്ടെങ്കിൽ, നമ്മുടെ പിള്ളേരാണെങ്കിൽ നമ്മൾ അവൻ അടി കിട്ടിയാലും അവൻ ഒന്ന് കൊടുത്തു, പക്ഷെ അവൻ 2 കൊടുത്തു കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതൊരു രാജ്യത്തെ സംബന്ധിച്ചും അതേ വികാരം തന്നെയാണ്. അപ്പം നമ്മുടെ രാജ്യം പുരോഗമിക്കുന്നതും നമ്മുടെ ഓരോരോ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നതും ഇന്നിപ്പോൾ നിങ്ങളവിടെ കണ്ടുകാണായിരിക്കും. S-400 അല്ലെങ്കിൽ മിസൈലുകളൊക്കെ കൊണ്ട് നിർത്തിയിട്ട് ഒരടി അടിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ കിടന്ന് വിറയ്ക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യില്ല, ബിക്കോസ് ഭരിക്കുന്ന മോദിയായിപ്പോയി, BJP-കാരനായി. അതല്ല വേണ്ടത്. രാജ്യം ഇനിയിപ്പോൾ നാളെ രാഹുൽ ഗാന്ധി, ഐ ഡോണ്ട് നോ വെദർ ഹി ഈസ് ഗോയിങ് ടു റൂൾ ഓർ നോട്ട്, ബട്ട് ദെൻ ഹൂസെവർ ഇറ്റ് ഈസ്, if they are doing good job, Indira Gandhi did good job, we appreciate that. But she did something which അടിയന്തരാവസ്ഥ പോലൊരു സംഭവം കൊണ്ടുവന്നതിൻ്റെ മുകളിൽ ജനങ്ങൾ അവരെ ക്രിറ്റിസൈസും ചെയ്തിട്ടുണ്ട്. 71 വാറിനകത്തുള്ള ഇനിഷ്യേറ്റീവ് എടുത്തത് ഇന്ദിരാഗാന്ധിക്കാണ് ഫുൾ ക്രെഡിറ്റ് പോകുന്നത്. എങ്കിലും അതിനകത്തൊരു ജനറൽ മാനേക്ഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ സ്വാതന്ത്ര്യത്തിനൊക്കെ പോകും 30 വിട്ടേക്ക് നമ്മൾ പറയും. ഇപ്പം സാറ് പറഞ്ഞ പോലെ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാന്ന് നമ്മൾ പറയുന്ന പോലെ, ആസ് എ ഒരു സോൾജിയർ നമ്മുടെ ഈ പഹൽഗാം അറ്റാക്കിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ വന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാന് കൊടുത്തൊരു തിരിച്ചടി, ആസ് എ ഒരു സോൾജിയർ ഹൗ ഡു യു ഫീൽ? തിരിച്ചടി കൊടുത്തു, അല്ലെങ്കിൽ കൊടുക്കേണ്ട സമയത്ത് കറക്റ്റ് കൊടുത്തു എന്നൊരു ഫീൽ ആസ് ഒരു സോൾജിയർ എന്ന നിലയിൽ കാണുമ്പോൾ ഹൗ ഡു യു ഫീൽ? ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. ദാറ്റ് ടു എന്ന് 22-ാം തീയതിയാണ് പെൽഗാം അറ്റാക്ക്, ഏപ്രിൽ. ഓക്കെ, May 4th നമ്മൾ രാത്രി അടിക്കുന്നത്. രാത്രി 1 മണിക്കും 1:30 ഇടയ്ക്ക് അടിക്കുന്നു. May 22 കഴിഞ്ഞിട്ട് 28-ഓ 29-നോ മറ്റാണെന്ന് തോന്നുന്നു പ്രധാനമന്ത്രി ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തു. I gave all the power to the armed forces. എന്താണ് പവർ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഈ സമയത്തെല്ലാം ആർമി മുഴുവൻ മൂവ് ചെയ്ത് ബോർഡറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ താഴത്ത് കിടന്നിരുന്നവരെല്ലാം അങ്ങോട്ട് മൂവ് ചെയ്ത്. ഇതൊന്നും നിങ്ങളാരും അറിയുന്നില്ല. ഒരു വണ്ടികൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഒന്നും അഡീഷണൽ ആർക്കും ഒരു ശല്യമില്ലാതെ സംഭവങ്ങൾ മുഴുവൻ അവിടെ എത്തിച്ചു. പലപ്പോഴും ചോദിക്കും റോഡിന് വേണ്ടിയിട്ട് എന്താ പൈസ റോഡ് ബോർഡർ ഏരിയയിലൊക്കെ ഇങ്ങനെയുള്ള റോഡുകൾ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ട് അവിടെ എത്തിപ്പെടാൻ വേണ്ടി. അരുണാചൽ പ്രദേശിൽ പണ്ട് AK ആന്റണി പറഞ്ഞു ഇങ്ങനെ റോഡുണ്ടെങ്കിൽ അവിടെ ശത്രുവിനത് ഗുണമാകും. നോ, അത് നമുക്കാണ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ പ്രിപ്പറേഷൻ നടക്കുകയാണ്. പ്രിപ്പറേഷൻ നടന്നിട്ട് റൈറ്റ് ടൈമിൽ വന്ന സമയത്ത് ഓക്കെ സർ വി ആർ റെഡി, ഇതാണ് 3rd പ്രൈം മിനിസ്റ്റർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. അങ്ങനെ 4th അന്ന് 3rd എല്ലാം ഡിസ്കഷൻ കഴിഞ്ഞ് 4th ഡേ ടൈമിൽ പറഞ്ഞു ഇന്ന് രാത്രി യു ക്യാൻ ഡു ദ ഫസ്റ്റ് സ്ട്രൈക്ക് അറ്റ് ആഫ്റ്റർ 12 o'clock. അപ്പോൾ നമ്മൾ ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ എന്തെങ്കിലും രാത്രിയിൽ ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞാലും 1 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് ഏറ്റവും അധികം ഭയങ്കര ക്ഷീണവും ഉറക്കമൊക്കെ വന്നുകൊണ്ടിരിക്കും. ഏത് പട്ടാളക്കാരനാണ്. ഞാനൊക്കെ ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ട്. ഒരു സാധാ സോൾജർ ആയിരുന്ന സമയത്ത് നമുക്ക് ഈ 12 to 2 ഡ്യൂട്ടി കിട്ടുന്ന 2 to 4 കിട്ടുമ്പോഴും ഭയങ്കര പ്രശ്നമാണ്. ഉറക്കം പിടിച്ചു നിർത്താൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ കറക്റ്റ് ടൈമാണ് 1 മണിക്ക് 1:30 ഇടയ്ക്ക് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടിച്ചു. അത് കറക്റ്റ് പ്രിസിഷനായി ഒരു സിവിൽ ഏരിയയിലല്ല, ഇവരുടെ മിലിറ്റന്റ് ക്യാമ്പുകളിൽ പോയിട്ട് ആ ബോംബ് വീഴുന്നുണ്ട്. എല്ലാം ഡ്രോൺ അറ്റാക്കുകളായിരുന്നു. അപ്പോൾ ഒരു ഫുൾ പ്ലാൻഡ് അറ്റാക്ക് ആൻഡ് യു ക്യാൻ ബി പ്രൗഡ് ഓഫ് ഇറ്റ്. ഡോണ്ട് ഡിഫെയിം അവർ കൺട്രി ബൈ സിറ്റിംഗ് ആൻഡ് സെയിങ് ദാറ്റ് നിങ്ങളുടെ പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടിയിട്ട് ഡോണ്ട് അക്യൂസ് ദ റൂളിംഗ് ഗവൺമെൻറ്. റൂളിംഗ് ഗവൺമെൻറ് ഇതല്ല, വേറെ ആരാണെങ്കിൽ ഇത് ചെയ്താലും ഈ പട്ടാളക്കാരന് അതേ സപ്പോർട്ട് തന്നെ നിൽക്കും. ആ സമയത്ത് പാർട്ടിയും പാർട്ടിയും നോക്കില്ല. ബിക്കോസ് ഐ എം നോട്ട് എ പൊളിറ്റീഷ്യൻ.
യെസ്, എൻ്റെ ചായ്മയുണ്ടെന്നില്ല മാത്രം, അത് ഐഡിയോളജി, അത് ആർക്കും എന്തോ. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ ഡോണ്ട് ടോക്ക് ടു മാർക്സിസ്റ്റ് പീപ്പിൾ ആൻഡ് കോൺഗ്രസ് പീപ്പിൾ. ഐ ഗോട്ട് ഗുഡ് ഫ്രണ്ട്സ് ഇൻ എവരിവെയർ. ഐ ആം റിയലി പ്രൗഡ് ദാറ്റ് ടുഡേ നമ്മൾ 79th അല്ലേ, 79th ഇൻഡിപെൻഡൻറ്റ് ഡേക്ക് ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ കൺട്രി നൗ ബിക്കോസ് ഐ കുഡ് സീ ഓൾ ദി സെയിം. ഞാൻ ജനിച്ചത് 58ലാണ്. ആ സമയം തൊട്ടിട്ട് കാണുന്നൊരു ഇന്ത്യയുണ്ട്. സ്കൂൾ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ കെയർ ഫുഡ്, ഇന്ന് നിങ്ങൾക്ക് കഞ്ഞിയും മുട്ടയും വന്നിട്ടുണ്ടായിരുന്നു, അന്ന് അമേരിക്കയിൽ നിന്ന് വന്നിരുന്ന റവയും അതുപോലെ തന്നെ പാൽപ്പൊടിയായിരുന്നു. ഇതും കഴിച്ചിട്ടും ഈ രവീന്ദ്രൻ വളർന്നിട്ടുണ്ട്. അപ്പോൾ ആ ലൈഫ് കണ്ടിട്ടുണ്ടോ? ഇന്ന് കുട്ടികൾക്ക് എന്താ കിട്ടുന്നത്? ബിരിയാണി കൊണ്ടിരിക്കല്ലേ? അല്ല, അവർ ചോദിക്കുന്നത് ശരിയാണ്. വേലുച്ചാമിക്ക് എന്താണ് അതിൻ്റെ പേര്? ഗോവിന്ദച്ചാമിക്ക് നിങ്ങൾക്ക് ബിരിയാണി കൊടുക്കണമെങ്കിൽ സാറേ ഞങ്ങൾക്ക് വേണം ബിരിയാണി. അത് കറക്റ്റാണത്. സോ കുട്ടികളടക്കം ഡിമാൻഡ് ചെയ്യുക. അവർക്കും മനസ്സിലായി ജയിലിൽ ഇതുണ്ട്, അത് കഴിച്ച് ജയിലിൽ പോയി കിടക്കാൻ പറ്റും, ചാപ്പാട് വേണമെന്ന്. അപ്പോൾ കുട്ടികൾക്ക് അത് കൊടുക്കണം, അത് ഗവൺമെൻറ് കൊടുത്തേ പറ്റൂ. അതുപോലുള്ളവന്മാരെല്ലാം ഫീഡ് ചെയ്യുന്നുണ്ട്. ഇതെന്ത് മനുഷ്യാവകാശം എനിക്ക് മനസ്സിലാവുന്നു? നിങ്ങളൊരു കുട്ടീനെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്ത് കൊന്നതിന് ശേഷം എനിക്ക് മനുഷ്യാവകാശം, എന്നെ തൊടാൻ പാടില്ല, എന്നെ ഇടിക്കാൻ പാടില്ല, എനിക്ക് തോന്നിയൊക്കെ ഞാൻ ചെയ്ത് ഇവിടെ വന്നു. So somewhere the judicial system has to make some laws. ഈ വെറും പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കുന്നതിനേക്കാൾ നല്ലത് ജുഡീഷ്യൽ സിസ്റ്റത്തിന് സ്വമേധയാ കേസെടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അതേ സിസ്റ്റത്തിന് ഇതെല്ലാം കണ്ട അവരും മനുഷ്യന്മാരാണ്. അവർക്കുണ്ട് മക്കൾ, അവർക്കുണ്ട് പെൺകുട്ടികൾ, അവർക്കുണ്ട് ആൺകുട്ടികൾ. ഇത് കണ്ടിട്ട് അവർക്കൊരു നിയമം പാസ്സാക്കിക്കൂടെ എന്നുള്ളത് ഞാൻ പലപ്പോഴും ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതി ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ why don't we think it over? ലൈക്ക് ഇതുപോലുള്ള ക്രിമിനൽസിനെ നമ്മൾ പിന്നെയും ഇന്ന് അവൻ ജയിലിൽ ചാടിച്ച സമയത്ത് അവിടുത്തെ സ്ത്രീകൾക്കും ഒരു വേവലാതിത്വം അന്ന് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടല്ലേ, എല്ലാവർക്കും പേടിയായിപ്പോയി. അതാണ് വേണ്ടത്. മനസ്സമാനത്ത് കഴിയുന്ന അവർക്കുള്ള സുരക്ഷ ഒരുക്കേണ്ടത്. ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല, അവർക്ക് സമയമില്ല. അത് ഈ പറഞ്ഞ പോലെ തന്നെ പലർക്കും പല ഇൻട്രസ്റ്റുകളായി. ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ സിസ്റ്റം ഇനി ഇതുപോലുള്ള സിസ്റ്റത്തിൽ ഒരു ചെറിയ കറക്ഷൻസ് വരുത്തേണ്ട ആവശ്യമുണ്ട്. ദയവായിട്ട് തിങ്ക് ഇറ്റ് ഓവർ. പഹൽഗാം അറ്റാക്ക് അല്ലെങ്കിൽ പല ഇൻസിഡൻസ് വരുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇറ്റ്സ് ബാഡ്ലി എഫക്റ്റിംഗ് ഓൾ ദ തിങ്സ്. ലൈക്ക് ഓരോ തീരുമാനങ്ങളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും അൺനെസസറിലി അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞത് കറക്റ്റാണ്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡബിൾ എഡ്ജ് സ്വോർഡ്. പണ്ട് ഇതുപോലെ ഫാസ്റ്റായിട്ട് ന്യൂസുകളൊന്നും കാണില്ല. ഇന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇടാം. ഇട്ടിട്ട് പിന്നെ അത് വായിക്കുന്ന പലരും അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ അതങ്ങ് ഫോർവേഡ് ചെയ്യും. ഇതങ്ങ് സ്പ്രെഡായിപ്പോയി കിട്ടും. സിമ്പിളായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ചിത്രങ്ങളും കാണാം. ഒരു വാർ ഹിറ്റ് ഫോട്ടോഗ്രാഫോ അല്ലെങ്കിൽ വീഡിയോ ആയിരിക്കും. ഇത് നടക്കുന്ന ഇസ്രായേലിലോ മറ്റേയിരിക്കും, കാണിക്കുന്ന കാശ്മീരെന്നാണ്. ഇതങ്ങോട്ട് ഫോർവേഡ് ചെയ്യാണ്. പിന്നീട് നോക്കുമ്പോഴാണ് അവിടെ കാണുന്ന കാറിൻ്റെ നമ്പർ അത് വരെയാണ്. ഇതൊന്നും ആരും നോക്കില്ല. ഈ വീഡിയോ കണ്ടു അതങ്ങ് വിട്ടു. പിന്നെ നോക്കുമ്പോൾ ഇത് JNK അല്ല, ഇത് കിടക്കുന്നത് ഇറാൻ്റെ കാർ നമ്പറും അത് വല്ലതൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇനിയും ജനങ്ങൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെല്ലാം കുറേ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതല്ലെങ്കിൽ വി ഗോട്ട് ടു റിയലി ഫിൽറ്റർ ഇറ്റ് ഔട്ട്. ഇപ്പം പേൽഗാം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര പേര് എന്തെല്ലാം വൃത്തികെട്ട മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു, മരിച്ചിട്ടുള്ളവരെ കുറിച്ച് എന്തെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, ഇതിനൊന്നും സിസ്റ്റം ഇല്ലേ എന്ന്. അതുപോലെ തന്നെ അവിടെ അറ്റാക്ക് നടന്ന സമയത്ത് ഇവിടുത്തെ ഒരു ചാനൽ ഇങ്ങനെ 5 റഫാൽ വീണു പറയുന്നത് എഴുതിയിട്ടുള്ളത്. അത് തെറ്റല്ലേ? ഇത് നിങ്ങളിങ്ങനെ വികാരഭരിതനായിട്ടെന്ന് പറയുന്ന സമയത്ത് ജനങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ചു വരും. പക്ഷെ അത് വിശ്വസിക്കുമ്പോൾ പലരുടെയും മനസ്സ് വേദനിക്കും. ഞാനെന്നൊരു പെട്രിയോട്ട് അല്ലെങ്കിൽ കുട്ടിക്കാണെങ്കിലും ശരി, മനസ്സിനകത്ത് എൻ്റെ രാജ്യം എന്നുള്ളൊരു ഫീൽ ഉണ്ടെങ്കിൽ രാജ്യസ്നേഹം എന്നുള്ളത് ഫെനറ്റിക്കാവരുത്. അത് ഉണ്ടായാൽ മതി. അത് രക്തത്തിനകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷെ അത് ഫെനറ്റിക്കായിട്ട് ഞാൻ അതേ ചെയ്യൂ ഇത് ചെയ്യൂ, എവിടെ നോക്കിയാലും ചാപ്പാട് കഴിക്കുമ്പോൾ ഭാരത് മാതാക്കി ചെയ്യും. നോ, ദാറ്റ്സ് നോട്ട് ദ തിങ്. യു ഷുഡ് കെയർ ഫോർ അതേഴ്സ്. യു ഷുഡ് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് വേണ്ടി ചിന്തിക്കണം. അതൊക്കെ തന്നെയാണ് രാജ്യസ്നേഹം. അല്ല വെറും രാജ്യസ്നേഹം എന്താണ്? ഈ മണ്ണില്ലെങ്കിൽ നമ്മളില്ല. ആ ഒരു ഫീൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് മതി രാജ്യസ്നേഹം. അപ്പോൾ സോഷ്യൽ മീഡിയ ഹാസ് ടു ബി വെരി കെയർഫുൾ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ എ നാഷൻ ബിൽഡിംഗ്. കമ്മിങ് ടു ദ ലീഡർഷിപ്പ്, മോദി എങ്ങനെയാണ് നമ്മുടെ ഒരു ഇന്ത്യയെ അദ്ദേഹം ഇപ്പം പല പല സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ ഒരു ലീഡർഷിപ്പ് കറക്റ്റായിട്ട് ഹൗ ഇറ്റ്സ് ഗോയിങ്? ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദ എക്സ്പീരിയൻസ് ആൻഡ് ഫ്രം ദ ബ്ലഡ്. 10 വർഷത്തിന് മുന്നേ 2014 ഇവർ പവറിൽ കയറുന്ന സമയം വരയ്ക്ക് നമ്മൾ കണ്ടിരുന്നത് എന്താണ്? മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ട് പ്രൈം മിനിസ്റ്ററായിട്ട്. അതിന് മുന്നേ ഇദ്ദേഹം തന്നെയാണ് പ്രൈം മിനിസ്റ്ററായിട്ട്. പക്ഷെ റൂളിംഗ് മുഴുവൻ നടത്തുന്നത്
പാർട്ടി സെക്രട്ടറിയും പാർട്ടി ജനറൽ പ്രസിഡൻറ്റും ഇവിടേക്കാണ്. ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. ഫോറിൻ ഡെലിഗേഷൻ വരുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ ഇരിക്കുന്ന ചെയറിൽ സോണിയാഗാന്ധിയാണ് ഇരിക്കുന്നത്, ഇദ്ദേഹം ഇപ്പുറത്താണ് ഇരിക്കുന്നത്. ഇതൊക്കെ എന്ന് വെച്ചാൽ അത് യു ആർ ഡൂയിങ് സം കൈൻഡ് ഓഫ് യെസ് വാട്ട് ഐ ഫീൽ ഐ വിൽ ഡു ഇറ്റ്. ഇപ്പുറത്ത് നമ്മൾ കണ്ടുവന്നായിരുന്നു, ഇപ്പുറത്ത് നിങ്ങൾ നോക്കിക്കാണും ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് പട്ടാളക്കാരാണ്. അത് ബോർഡറിലിരിക്കുന്ന പട്ടാളക്കാർ. പീസ് ടൈമുള്ളവർ ഓക്കെ, ബട്ട് വാട്ട് മോദിജി ഡിഡ് ദ ഫസ്റ്റ് ടൈം, ആദ്യം തൊട്ട് ഇന്നേ വരെ ഫോളോ ചെയ്യുന്ന എന്താണ്, ദീപാവലി എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ത്യോഹാറാണ് പട്ടാളക്കാർ എന്ന് പറഞ്ഞാൽ. അത് ഒരു ആഘോഷമാണ് നോർത്ത് ഇന്ത്യയിലത്തെ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അവിടെ പോയി സ്പെൻഡ് ചെയ്തു അവരുടെ കൂടെ. അമേരിക്കയിലടക്കം പോയിട്ട് അദ്ദേഹം ഒബാമയും അല്ലെങ്കിൽ ഏത് നേതാവ് വന്നു കഴിഞ്ഞാലും അവർ ഹൃദയത്തോട് ചേർത്ത് നിർത്തി കെട്ടിപ്പിടിക്കുന്ന ഒരേ ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയെ ബാക്കിയൊക്കെ ഷെയ്ക്കാനിൽ ഒതുക്കുക. ഓക്കെ, ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും. പിന്നെ അദ്ദേഹം പോകുന്ന സമയത്തുള്ള ആ ഓറ. അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നു, ട്രംപ് എന്ത് വരട്ടിയാലും ശരി, ഇവിടെ നിങ്ങളിപ്പം പറയും ട്രംപ് പറഞ്ഞിട്ടാണ് സീസ് ഫയർ ചെയ്തതെന്നത്. നോ. സോ വാട്ട് എവർ ദ ഗവൺമെൻറ് ഹസ് ടേക്കൺ ദ ലീഡർഷിപ്പ് ഈസ് സംതിങ് വിച്ച് ഐ അഡോർ ആൻഡ് അഡ്മയർ. ഞാനിപ്പോൾ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഓപ്പറേഷൻ റാഹത്ത് എന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് 2015 നടന്ന യമൻ ഇൻട്രവ്യൂഷനാണ്. 8 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ മോദി ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്തിട്ട്. പക്ഷേ ദേ ഹാവ് ടേക്കൻ ദ ഡിസിഷൻ ടു സെൻഡ് ദ ഫോഴ്സസ് ടു യമൻ. ഫസ്റ്റ് ടൈം ഇന്ത്യ സെൻഡ് ഫോഴ്സസ് എബ്രോഡ് ടു ഗെറ്റ് ദ പീപ്പിൾ. അത്രയും വർഷം ഈ രാജ്യത്ത് പലയിടത്തും നമ്മുടെ ആൾക്കാർ കുടുങ്ങിയിട്ടുണ്ട്. ഇറാനിലും ഇറാഖിലും എല്ലാം. ഒരിടത്തും നമ്മുടെ ഫോഴ്സിനെ പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് ഫോഴ്സിനെ പറഞ്ഞിരിക്കുന്ന ഗവൺമെൻറ് ഇതാണ്. അത് ഒരു ടേക്ക് ഓവർ ചെയ്ത് 8 മാസമായിട്ടേ ഉള്ളൂ. അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഈ വർഷത്തെ മീൻസ് 2023 നാഷണൽ അവാർഡ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ആടുജീവിതം എന്നൊരു സിനിമ നമ്മളെല്ലാം മലയാളികളെല്ലാം ഹരം കൊള്ളിച്ച് അല്ലെങ്കിൽ ആഴത്തിൽ നമ്മളെ സ്പർശിച്ചൊരു സിനിമയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നു. അപ്പം ആസ് എ ഡയറക്ടർ ഹൗ ഡു യു ഫീൽ? ആ ഒരു ആക്ടിങ്ങിന് കിട്ടേണ്ട ഒരു അർഹത കിട്ടിയില്ല എന്നൊരു തോന്നലുണ്ടോ? അവിടെ രാജു വാട്ട് ഹി ഡിഡ്, ഗുഡ് പെർഫോമൻസ്, ഫൈൻ. ശരീരം കുറയ്ക്കലും എല്ലാം ചെയ്തു. എന്നിട്ട് അവാർഡ് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ഒരാളുടെ തീരുമാനമല്ല. ഞാൻ നാഷണൽ അവാർഡ് ജൂറിയിൽ നോർത്തേൺ സെക്ടറിൻ്റെ ജൂറി ചെയർമാനായിട്ടിരുന്നുള്ള വ്യക്തിയാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന പല പടങ്ങളുമുണ്ട്, നിങ്ങൾ കാണാത്ത കുറേ പടങ്ങളുണ്ട്. അതിൽ ആടി പെർഫോമൻസ് നിങ്ങൾ കണ്ടു കണ്ട. ഇപ്പോൾ ആമിർ ഖാൻ്റെ ഷാറുഖ് ഖാനാണ് കിട്ടിയിരുന്നത് അല്ലേ? ഷാറുഖ് ഖാൻ്റെ ഒരു പടത്തിനകത്ത് അത് കിട്ടി. പക്ഷേ പലപ്പോഴും നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. ആർക്ക്? ഇപ്പം കുട്ടേറ്റിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആ പടം എത്ര പേര് തിയേറ്റർ കണ്ടിട്ടില്ല. അത് അവിടെ കണ്ടു. അവിടെ കാണുമ്പോൾ ഈ ജൂറി കാണുന്നത് അതിനകത്തുള്ള പെർഫോമൻസ് അവിടെ എടുക്കുന്നു. അപ്പം ഒരുപക്ഷെ ഈ പെർഫോമൻസിനേക്കാൾ ബെറ്ററായിട്ടൊരു പെർഫോമൻസ് വേറെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഷാറുഖ് ഖാൻ്റെ ബെറ്ററാണെന്നുള്ള എല്ലാം ഞാൻ പറയുന്നു, അത് ജൂറിയാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ ഒന്നുമല്ലത്. ഈ ജൂറിക്കകത്ത് പല ആളുകളും ഉണ്ട്, പല പാർട്ടിക്കാരും ഉണ്ട്, അല്ലാതെ ഒരു പാർട്ടിയുടെ മാത്രം തീരുമാനമല്ല. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമുക്ക് രാജുവിന് കിട്ടാത്തതിൽ യെസ്, ഞാനും പടം കണ്ട സമയത്ത് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് പറയുമല്ലോ എംബ്രാൻ കണ്ടിട്ട് നിങ്ങൾ നല്ല പടമാണെന്ന് പറഞ്ഞു, അതിന് ശേഷം നല്ലതല്ല. ഞാൻ ഒരിക്കലും എംബ്രാൻ കണ്ടിട്ട് പടം നന്നല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല. ടെക്നിക്കലി ഇറ്റ് വാസ് മെയ്ഡ് വെൽ. പിന്നെ അതിനകത്തുള്ള കമ്മ്യൂണൽ ടച്ച് എന്ന് പറയുന്ന സംഭവമാണ് ജനങ്ങൾ ചർച്ച ചെയ്യും. അതിനകത്ത് യെസ്, ഞാൻ എഗ്രി ചെയ്യും. എന്തുകൊണ്ട് നിങ്ങൾ തുടക്കം മുതൽ കാണിച്ചില്ല എന്നുള്ളൊരു ചോദ്യം, അത് ഞാൻ ഫസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ബ്ലെയിം നിങ്ങൾക്ക് കിട്ടും സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് എന്നല്ല. ആദ്യം കുറേ അറ്റാക്ക് മോഹൻലാലിൻ്റെ മുകളിൽ പോയി, അത് കഴിഞ്ഞ് പിന്നെ മേജർ രവി ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ മേജർ ഇവിടെ മേക്കിട്ട് ഇടാൻ തുടങ്ങി. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എയറിലായിരുന്നു കുറേ കാലം. അത് കഴിഞ്ഞ് പിന്നെ പേൽഗാം ഇഷ്യൂ വന്നപ്പോൾ ഞാൻ താഴ്ത്തിറങ്ങി, ഒറ്റ ഡയലോഗ്. കാരണം ഇത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് മാത്രമല്ല, ഇതിനകത്തൊരു കമ്മ്യൂണൽ വയലൻസിൻ്റെ ഇനിഷ്യേറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് ഇയാൾ പറഞ്ഞ് ശരിയല്ലേ, അപ്പോൾ ഞാൻ താഴ്ത്തിറങ്ങി. അപ്പോൾ ഞാൻ താഴ്ത്താണ്. ഇപ്പോൾ കേരള സ്റ്റോറിക്ക് കിട്ടാമെങ്കിൽ എന്തുകൊണ്ട് ആടുജീവിതത്തിന് കിട്ടിക്കൂടാ എന്നൊരു ചോദ്യം. കേരള സ്റ്റോറിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഞാൻ പറഞ്ഞു, കേരള സ്റ്റോറിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ കേരളത്തിനെ ആരും അവമാനിച്ചിട്ടൊന്നുമില്ല. ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ അതിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും തൊടുപുഴയിൽ ഇപ്പോൾ ഇഷ്യൂ വന്ന് അവനെ അറസ്റ്റും ചെയ്തു. ആ കുട്ടി എഴുതി വെച്ചിരിക്കുന്ന നോട്ട് എന്താണ്, എന്നെ മതം മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. കേരള സ്റ്റോറി ഇതെന്താണ്, മതമാറ്റത്തിൻ്റെ തന്നെയല്ലേ ഇരുന്ന സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിൽ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പം തൊടുപുഴയിൽ ഇപ്പോൾ അവിടെ സമരവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്.
വരും തലമുറ സാറിനെ ഒരു സോൾജറായിട്ട് കാണണോ, ഒരു ബെസ്റ്റ് ഡയറക്ടറായിട്ട് അറിയപ്പെടണോ, അതോ ഒരു ബെസ്റ്റ് ഫാമിലി മാനായിട്ട് അറിയപ്പെടണോ? They should remember me. അത് നല്ലൊരു മെസ്സേജല്ല. കാരണം ഒരു സോൾജറിനകത്ത് ആ ഡിസിപ്ലിൻ ചിലപ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. സിനിമാക്കാരൻ അതിനകത്ത് കുറേ ഇൻഡിസിപ്ലിനും ഉണ്ട്, പല കാര്യങ്ങളുമുണ്ട്, ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുണ്ട്. എല്ലാം കൂടെയുള്ള എന്തൊരു ഇന്നിങ്സാണ് ഒരു പട്ടാളക്കാരൻ്റെ 24 വർഷത്തെ ഇന്നിങ്സ്, പിന്നെ സിനിമ ജീവിതം, വിച്ച് ഐ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു കോപ്പ് അപ്പ് വിത്ത് ദിസ് ബിക്കോസ് ദാറ്റ്സ് വൈ എനിക്ക് വലിയ അധികം ഫ്രണ്ട്സ് സർക്കിളിലുള്ള ടൈം സ്പെൻഡിങ് ഒന്നും ഇല്ല. ബിക്കോസ് ഐ വിൽ നോട്ട് ബി ഡൈജസ്റ്റിംഗ് ദീസ് പീപ്പിൾ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പബ്ലിക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാവരും ചിരിച്ച് കളിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുക. പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ മഹാവൃത്തിത്വമാണ്. എൻ്റെ വായിൽ വരുന്ന തിരകളെല്ലാം പറഞ്ഞ് മഹാവൃത്തിയായിട്ട് തിരയായിരിക്കും. അതിപ്പം സുരേഷ് ഗോപി ചെയ്യുന്നില്ലേ? സുരേഷ് ഗോപി നാളെ എവിടെയോ പറഞ്ഞില്ല, ഞാൻ വീട്ടിലും അങ്ങനെയാണ്. ശരിയാണ്, അതൊരു ഇൻഡിവിജ്വലിൻ്റെതാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ മനുഷ്യത്വം വിട്ടുള്ള കളിയില്ല. ഞാൻ പലപ്പോഴും ഞാൻ നോക്കാറുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരാളെ ശകാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് 5 മിനിറ്റ് എനിക്ക് വിഷമം തോന്നും. അങ്ങനെ അവനെ പിടിച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വെച്ച് കാശ് കൊടുത്തിട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോകുന്നത്. കാരണം അത് നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷെ എല്ലാവരുടെ അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? നമുക്ക് എല്ലാവർക്കും അങ്ങനെ സാത്വികമായിട്ട് യോഗ ചെയ്ത് പ്രാണായാമം ചെയ്ത് കൺട്രോൾ ചെയ്ത് നടക്കില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇൻഡിവിജ്വാലിറ്റി മാറും. ഞാനെന്ന വ്യക്തി ഇങ്ങനെയാണ്, ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന എൻ്റെ കുറേ ഫ്രണ്ട്സുണ്ട്. അതങ്ങനെയാണ് കേട്ടോ, അതിനെ വിട്ടേ 5 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഓക്കെ. എന്നെ അറിയുന്നവർ പറയും, പക്ഷെ അറിയാത്തവർ ഞാൻ വൃത്തിയായിട്ടാണ്, മഹാവൃത്തിയായിട്ടാണ്. അതിൻ്റെ അടുത്ത് സംസാരിക്കും കേട്ടോ, അത് മഹാപ്രശ്നമാണ്. അത് ഒച്ചയിടും ബഹളമാണ്. അത് ശരി, നിങ്ങൾക്ക് തെണ്ടിത്തരം കാണിക്കാം, ഞാൻ എന്നിട്ട് ഒച്ചയിടാൻ പാടില്ല. ഇതാണ് എൻ്റെ പേഴ്സണാലിറ്റി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം they should look at me like he was a person who used to love his country. രാജ്യത്തിന് എഗൻസ്റ്റായിട്ട് എന്തെങ്കിലും, രാജ്യത്തിന് എഗൻസ്റ്റ് എന്നുള്ളതല്ല, രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പ്രചോദനം. നിങ്ങൾ എന്ത് ചെയ്യാനും ചെയ്തു. ഞാൻ നേരത്തെ പറയുന്നത് യു ഹെൽപ്പ് അതേഴ്സ്, ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ പെട്രിയോട്ടിസം. അല്ല ഫാനറ്റിക് പെട്രിയോട്ടിസം അല്ല. ഇതാണ് പെട്രിയോട്ടിസം എന്നും പറഞ്ഞിട്ട് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭാരത് മാതാക്ക് ചെയ്യുന്ന വിളിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ സിനിമകളിൽ ഒരു സിനിമയിൽ മാത്രമാണ് മോഹൻലാൽ ഭാരത് മാതാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് കൊടിനാട്ടുന്നത്. പക്ഷേ തിയേറ്ററിൽ കയ്യടി വന്ന് മുഴുവൻ അവിടെ ഒന്നും ഭാരത് മാതാക്ക് ചെയ്യുന്ന വിളിച്ചിട്ടില്ല. അത് വിളിക്കാത്ത അവരുടെ ഉള്ളിൽ കയറിയിട്ട് അവർ വിളിച്ചു ഭാരത് മാതാക്ക് ചെയ്യും. അതാണ്, ആ ഒരു മനുഷ്യനാണത്. നിങ്ങൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയിലും അതുണ്ടായിരിക്കണം. ലവ് ഈച്ച് അതർ, ബി ഡിസിപ്ലിൻഡ്, ഓൾവേസ് തിങ്ക് അബൌട്ട് കൺട്രി ടു പ്രോസ്പെർ. ബിക്കോസ് നിങ്ങളുടെ കൺട്രി വളർന്നാലാണ് നിങ്ങൾക്ക് വളരാൻ. അപ്പം അതുകൊണ്ട് വി ഷുഡ് ബി പ്രൗഡ് ഓഫ് അവർ കൺട്രി ആൻഡ് മേജർ വി ഷുഡ് ബി നോൺ ആസ് എ പേഴ്സൺ ഹൂ ഈസ് റെഡി ടു ഡൈ ഈവൻ ടുഡേ ഫോർ ദ കൺട്രി. അത് കുട്ടികൾ, ഇന്നത്തെ യൂത്ത് തന്നെ അങ്ങനെ കണ്ടാൽ മതി. നമുക്കറിയാം ഇപ്പോൾ അമ്മ സംഘടനയിലെ വിഷയങ്ങളും കാര്യങ്ങളും, ഇപ്പം ശ്വേതാ മേനോൻ ഒരു അമ്മ തലപ്പത്തേക്കൊരു സ്ത്രീ വരുന്നതിൽ, ഒരു സ്ത്രീ തലപ്പത്ത് വന്നാൽ അതിനെ ഭയപ്പെടുന്ന ചിലർ ഉണ്ട്. ഞാനതിൽ മെമ്പറില്ല. ഒന്നാമത്തെ കാര്യം, ഞാനൊരു 3-4 വർഷം മുന്നേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരിക്കലും മെമ്പർഷിപ്പ് അവർ തന്നിട്ടില്ല. ഒരു പക്ഷേ എൻ്റെ പേഴ്സണാലിറ്റി ആയിരിക്കും എൻ്റെ പ്രശ്നം. തെറ്റുകൾ ചെയ്യാൻ ഉള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടെന്ന് തോന്നുകയാണ്. അവിടെ എന്നെപ്പോലുള്ളൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അതുപോലെ തന്നെ ഇപ്പോൾ സേതാമേനോൻ അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. അതിനകത്ത് നിങ്ങൾ മെയിൽ ഷോനിസം എന്നോ അല്ലെങ്കിൽ ഫീമെയിൽ ആധിപത്യം വേണ്ട എന്ന് വിചാരിക്കുന്നവരോ ആയിട്ട് കണക്കാക്കി എന്ത് വേണം ചെയ്തു. പക്ഷെ അതിന് നിങ്ങൾ ആ കുട്ടിയെ, ശ്വേത എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്കുള്ളത്, എൻ്റെ സിനിമയിലാണ് ശ്വേത കുറേ കാലത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുന്നത് മെയിൻ സ്ട്രീമിലാണ്, കീർത്തിചക്രയിൽ. അതിന് മുന്നേ ഞാൻ ശ്വേതയായിട്ട് ഹിന്ദി പടത്തിലൊക്കെ പ്രിയേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ നല്ല ഫ്രണ്ട്സാണ്. പിന്നെ ഒരു എയർഫോഴ്സുകാരൻ്റെ ആളാണ്. അപ്പം ഞങ്ങൾ തമ്മിലൊക്കെ എന്നൊക്കെ 10-20 എൻ്റെ കുറവാണ്. എന്നാലും എന്നെ രവി എന്ന് വിളിക്കുന്ന ഒരു സാധനം അതാണ്. നേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ രവിയേട്ടാന്ന് വിളിക്കും. പക്ഷേ അവളെ അന്ന് ആ പറഞ്ഞത് തെറ്റാണത്. ഒരു 10-13 വയസ്സിലൊരു പെൺകുട്ടിയുടെ അമ്മയെ, അതിൻ്റെ പേരിൽ ഞാൻ താഴത്ത് കമൻറ്റ് കൊടുത്തു, ഒരു 10-12 കമൻറ്റുകൾ. 13 വയസ്സുള്ള കുട്ടി എന്നുള്ള ഇവളൊക്കെ ഓർത്തോടായിരുന്നു. എല്ലാം പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫേക്ക് പേരുകൾ, ഫാനറ്റിക് ബഗേഴ്സ്, സെക്സിസം എന്ന് മാത്രം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കമൻറ്റുകൾ. ബാക്കി ചിലരൊക്കെ സാറ് പറഞ്ഞ കറക്റ്റ് ആൻസർ. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ശ്വേതയ്ക്കുള്ള സപ്പോർട്ട് 90% കിടക്കുമ്പോൾ 10% അവിടെ കാണുന്നതാണ് ഇതുപോലെ നെഗറ്റിവിറ്റി. അത് പലയിടത്തും ഉണ്ട്. ഇത്
ശ്വേതയുടെ ഈ കാര്യം കേട്ടപ്പോൾ ഞാൻ അതിനെ പ്രതികരിച്ചതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന അതിന് ശേഷമാണ് നമ്മൾ ഈ സിനിമകളിലേക്ക് പവർ ഗ്രൂപ്പ് എന്നൊരു വാക്ക് കുറച്ചുകൂടി സുപരിചിതമായി തുടങ്ങിയത്. എന്നുണ്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൊതുസമൂഹം മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് സിനിമകൾക്കുള്ളിൽ ഉണ്ട് എന്ന് തന്നെ ആയിരിക്കുമല്ലോ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, പല ആർട്ടിസ്റ്റുകളും ചില കാലങ്ങളിൽ ഇവരൊക്കെ കൊടി കുത്തി വാങ്ങിയിട്ടുണ്ട്, പല ആളുകളെയും സപ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കൊന്നും ഇത് ബാധിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ ഡയറക്ടർ, പിന്നെ നമ്മൾ അഭിനയിക്കുന്ന പടങ്ങൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ കാണാം, അല്ല നമ്മളൊരു ആർട്ടിസ്റ്റായിട്ട് ഇപ്പോൾ കുറേശ്ശൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ പടത്തിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് പോകും. ഒരാളും നമ്മളെ സപ്രസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ സപ്രസ് ചെയ്യപ്പെടുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറയും, ഇല്ല സാർ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ കേട്ടില്ല, ഇവിടെ പോയി കഴിഞ്ഞാൽ കേട്ടില്ല. അതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മളും ചിന്തിച്ചിട്ടുണ്ട്, അവിടെ നോൺസെൻസ് ഇറ്റ് ഈസ്. പക്ഷെ അതിപ്പോൾ എല്ലാം കൂടെ കലങ്ങി തെളിയണം. ഇപ്പോൾ ഈ പ്രാവശ്യം അത് കലങ്ങി തെളിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടെ ചവറ്റുകൊട്ടയിൽ എറിയേണ്ടി വരും. അത് വരാതിരിക്കട്ടെ. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഡിപ്പെൻഡ് ചെയ്ത് ഞാനൊരു സിനിമ തുടങ്ങി കഴിഞ്ഞാൽ എനിക്കുള്ള സന്തോഷം എന്താണ്, എൻ്റെ ആ ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം 100 ചില്ലാനും ഫാമിലികൾ ചാപ്പാട് കഴിക്കും. അവർക്ക് ഈ പാറ്റിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ചെയ്യും. ഇതാണ് എൻ്റെ സന്തോഷം. പക്ഷേ ഈ ഒരു സിനിമ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെയിൻ, പ്രൊഡ്യൂസറെ കണ്ടോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ കണ്ട് കഥ പറഞ്ഞു, ഇന്ന് ആർട്ടിസ്റ്റിനെ അടുത്ത് കഥ പറയാൻ പറഞ്ഞാൽ കേൾക്കാൻ സമയമില്ല. എന്നെപ്പോലുള്ള ആളുകൾക്ക് നമ്മൾ പോകാത്തതുണ്ട്. പക്ഷെ പാവപ്പെട്ട പുതിയ ഡയറക്ടേഴ്സിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചു. ദേ കനോട്ട് റീച്ച് എൻ ആർട്ടിസ്റ്റ്. അതിലൊന്നെങ്കിൽ നീ അവൻ്റെ ടൈപ്പായിരിക്കണം അല്ലെങ്കിൽ മറ്റേതായിരിക്കണം, എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മളിതെല്ലാം സ്ട്രഗിൾ ചെയ്ത് പടമൊക്കെ ഒന്ന് ശരിയായി കൊണ്ടുവന്ന് വരുമ്പോഴത്തേക്കും ഓക്കെ, നാളെ തൊട്ട് എൻ്റെ പേരും പറഞ്ഞ് ഈ പടത്തിൻ്റെ പേരും പറഞ്ഞ് ഒരു 100 ഫാമിലീസ് ഇനി ജീവിക്കും. അത് സ്പോട്ട് ബോയ് തൊട്ടിട്ട് ക്യാമറമാൻ ഡയറക്ടർ വരയ്ക്കും ജീവിക്കുന്നു. കാരണം അവർക്കെല്ലാം ഡെയിലി വേജസും കാര്യങ്ങളൊക്കെ. അപ്പോൾ യു ആർ പ്രൗഡ്. പക്ഷെ അതിനെ കുളമാക്കാൻ നടക്കുന്ന ഇതുപോലുള്ള ഈ മോണോപ്പൊളി ആൻഡ് ഗുണ്ടായിസം ഹാസ് ടു ബി സ്റ്റോപ്ഡ് ആൻഡ് കട്ട് ചെയ്തു. ഞാൻ പറയുമ്പോൾ ശ്വേത അല്ലെങ്കിൽ ഇപ്പം ദേവേട്ടനും കൊടുത്തിട്ടുണ്ട്. ദേവേട്ടൻ ഈസ് ഓൾസോ എ ഡീസൻറ്റ് പേഴ്സൺ. ഇപ്പോൾ ശ്വേതയും ദേവേട്ടനും മത്സരിക്കട്ടെ, അല്ല ആര് വേണമെങ്കിലും. ഇപ്പോൾ ശ്വേത തന്നെ വരണം എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നിൽക്കുന്ന 2 കാൻഡിഡേറ്റ്സും ദേ ആർ കേപ്പബിൾ. ഇപ്പോൾ ശ്വേത വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ചേഞ്ച് എന്താണെന്ന് ഇപ്പോൾ ശ്വേത കാണിക്കാൻ പോകുന്നത് അത് വരരുതെന്ന് പറഞ്ഞിട്ടാണ് ഈ കേസുള്ളത്. ശ്വേത കരഞ്ഞോ, എനിക്ക് അതിലാണ് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം ഞാൻ തമാശയ്ക്ക് വിളിച്ചാണ് കാസ്, ഞാൻ വിളിച്ചിട്ട് എന്താണ് നീ ഭയങ്കര ഫേമസ് ആയല്ലോ, പോക്സോ കേസൊക്കെ അടിച്ചിട്ടുണ്ടോ? ഇവിടെ എൻ്റെ ഒരു പോക്സോ അടിച്ചൊക്കെ ഇരിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കളിപ്പിക്കുകയാണ്. കുറച്ച് നേരം കേട്ടോണ്ട് ഇത് കറക്റ്റായിട്ട് കരയാണ്. നമ്മുടെ മഴ നിർത്ത്, എന്താണ് പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ പേരിൽ ഫോക്സോ ഇട്ടിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കണം. ഞാൻ അങ്ങനെ പ്രിയേട്ടനെ വിളിച്ച്, പ്രിയദർശൻ ഞങ്ങളുടെ പ്രിയേട്ടൻ വിശ്വാസം പെട്ടെന്ന് വിളിക്കുന്നു, ഭയങ്കരമായിട്ട് കരയുന്നു. അങ്ങനെ പ്രിയേട്ടൻ വിളിച്ച് നമ്മളറിയാവുന്നവരായിട്ടും സമാധാനിപ്പിച്ച് ഈവനിങ്ങിനെ പറ്റിയും റിപ്പോർട്ട് വന്നു. നത്തിങ് ഇസ് റോങ്. അല്ലെങ്കിൽ ആ കുട്ടീനെയൊക്കെ പോക്സോനെ പിടിച്ചോണ്ട് പോകാന്ന് പറഞ്ഞാൽ ഇത് സ്കൂളിൽ പോകുന്ന കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് യു ക്യാൻ ഗോ ടു എനി എക്സ്റ്റെൻറ്റ് ഓഫ് വാട്ട്. സർ ചെറിയൊരു ടാസ്കാ. അതായത് സാറിന് ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1 to 10 ഏതെങ്കിലും ഒരു നമ്പർ പിക്ക് ചെയ്യുമ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ സാറിനോട് ചോദിക്കും. ഓക്കെ, 4. ഓക്കെ. ഇഫ് യു ഗെറ്റ് എ സൂപ്പർ നാച്ചുറൽ പവർ ടു മീറ്റ് യുവർ പാരൻസ്, ഇപ്പോൾ എന്തായിരിക്കും അവരോട് ഫസ്റ്റ് പറയാനുണ്ടാവുക? അമ്മ യു ഷുഡ് ഹാവ് ടേക്കൻ മീ അലോങ് വിത്ത് യു. അതായിരിക്കും എനിക്ക് പറയുന്നത്. ബിക്കോസ് ദേ ആർ ലക്കി. ഇന്ന് ഈ ലോകത്തിൻ്റെ ഒരു അവസ്ഥ കാണുന്ന സമയത്ത് വിത്തൗട്ട് ദ പേരൻസ് ലിവിങ് ഈസ് വെരി ഡിഫിക്കൽട്ട്. സോ ഐ ഷുഡ് ഹാവ് ടോൾഡ് ദം യു ഷുഡ് ഹാവ് കോൾഡ് മീ അലോങ് വിത്ത് യു. അവർ പോകുമ്പോൾ മാത്രമാണ് അവർ മിസ്സിങ് അറിയുന്നത്. അത് ഭയങ്കര പെയിൻഫുള്ളാകും. നമ്മൾ പറയില്ലെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കണ്ണ് കാണും. സോ പലയിടത്തും നമ്മൾ മിസ് ചെയ്യും. നമുക്കൊരു അമ്മയുടെ ഒരു തോള് അന്നുണ്ടായിരുന്ന സമയത്ത് പലപ്പോഴും പോയി കരയില്ല, നമ്മൾ ഒറ്റയ്ക്ക് കിടന്ന് കരയുന്നു. പക്ഷെ ഇപ്പം ആയിരിക്കും ആ മടിയിലൊന്ന് പോയി കിടന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിലീഫായിരുന്നു. പക്ഷെ ഇപ്പം ആ മടി ഇല്ല. അപ്പം അതുകൊണ്ട് അമ്മയും അച്ഛനും പോകുന്ന സമയത്ത് അവസാനത്തെ ആൾ പോകുമ്പോൾ അന്ന് തന്നെ നമ്മളിനെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഐ വിൽ ബി ബിറ്റ് ഹാപ്പി. ബട്ട് ഐ വിൽ നോട്ട് ഫർഗെറ്റ് മൈ ഫാദർ. വാസ് എ ഗ്രേറ്റ് ഹീറോ. കാരണം അന്ന് എൻ്റെ അച്ഛൻ അങ്ങനെ എന്നെ അടിച്ചില്ലായിരുന്നു എന്ന് ഞാനൊരു തേർഡ് റേറ്റഡ് ഇൻഡിവിജ്വലായിട്ട് എവിടെയും കഥ വെച്ചു.
അന്നത്തെ ആ ഓരോ അടിക്കും എനിക്ക് തോന്നുന്നത് ആ ഒരു ഫിയർ ഫാക്ടറിലായിരിക്കും ഞാൻ അങ്ങോട്ട് പോകാൻ, നെഗറ്റീവ് സൈഡിലോട്ട് പോകാൻ. പക്ഷെ നമ്മൾ എത്ര പേര് അച്ഛനെ കുറിച്ച് ഓർക്കും, അമ്മയെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഓർക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്പർ, ഒരു നമ്പർ പറ. നെക്സ്റ്റ് നമ്പർ 5 ആയിക്കോട്ടെ. ഓക്കെ സാർ, ജസ്റ്റ് സങ്കല്പിക്കുക, യു ആർ എ പൊളിറ്റീഷ്യൻ ആൻഡ് നെക്സ്റ്റ് യു ആർ ബിക്കമിങ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു മേക്ക് ചേഞ്ചസ്. എന്താണ് നമ്മുടെ കേരളത്തിൽ മാറ്റം കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ എന്തായിരിക്കും ആ മാറ്റം? മാറ്റം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ തൻ്റെ അധികാരത്തിന് വേണ്ടി ഹോം മിനിസ്ട്രി കൂടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ അതാണല്ലോ 10 വർഷമായിട്ട്. എനിക്ക് ആ പേടിയൊന്നുമില്ല. നല്ല എഫിഷ്യൻ്റായിട്ടുള്ള ഒരു ഹോം മിനിസ്റ്റർ, ചങ്കൂറ്റമുള്ള ഒരു തന്നെ, അടുത്ത ഇലക്ഷൻ വരുമ്പോൾ തോറ്റാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പൊളിറ്റീഷ്യന് അങ്ങനെ പിടിച്ച് ഹോം മിനിസ്റ്ററാക്കി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അടുത്ത് പറയും, യോഗി ആദിത്യനാഥ് പറഞ്ഞു കേരളത്തിനെ ഒന്ന് ശരിയാക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടുത്തെ ഈ ഗുണ്ടായുസും കഞ്ചാവ് വലിയും അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ ഇതിൻ്റെ എല്ലാം ഒന്ന് മാറ്റണമെങ്കിൽ സോഫ്റ്റ് അപ്രോച്ച് ഒന്നും നടക്കില്ല. യു ഡു ഇറ്റ്, യു നോ ദ IPC, ഇന്ത്യൻ പീനൽ കോഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, CRPS എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിനനുസരിച്ച് പ്രവർത്തിക്കും. സാധാരണക്കാരനായ ജനത്തിൻ്റെ ശരിയായ പ്രൊട്ടക്ടറായി ഡു ദാറ്റ്. ബാക്കി ആരെങ്കിലും പോവാണെങ്കിൽ പോട്ടെ. ഗുണ്ടാസ് മറ്റുള്ളവർക്ക് ശല്യമാണെങ്കിൽ അത് ശല്യം ഒഴിവാക്കണം. അത് IPCക്കകത്ത് എന്ത് പറയുന്നത് അതിനനുസരിച്ച് പോട്ടെ എന്ന്. എൻകൗണ്ടർ എത്ര നടക്കുന്നുണ്ട്. ഐ വോണ്ട് ബി എ ഹോം മിനിസ്റ്റർ ലൈക്ക് ദാറ്റ്. ലാസ്റ്റ് നമ്പർ. ലാസ്റ്റ് നമ്പർ എൻ്റെ നമ്പറാണ് 8. ഓക്കെ, ഈ ഒരു ആരോഗ്യത്തിൻ്റെ രഹസ്യം? എ ഗുഡ് സ്പോർട്സ്മാൻ. അത് കുട്ടിക്കാലം തൊട്ടിട്ടേ ഉള്ളത് കൊണ്ട് പട്ടാളത്തിൽ 17 വയസ്സിൽ ഞാൻ ചേർന്നു. അപ്പോൾ അവിടെ പോയപ്പം നമുക്ക് രക്ഷപ്പെടാൻ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സ്പോർട്സിലാണ് കയറി കഴിഞ്ഞാൽ പിന്നെ സ്പോർട്സ് മാത്രം ചെയ്താൽ മതി, ബേസിക് ട്രെയിനിങ് സമയം. ഈ ഇടിയെന്നൊക്കെ കുറവ് ഒഴിവാകും, റാഗിങ് അതുമല്ല. അങ്ങനെ 4ാമത്തെ ആഴ്ചയിൽ കയറിയിട്ട് ഇപ്പോൾ സ്പോർട്സ് കയറി ഞാൻ പോൾ വോൾട്ടറായിട്ട് പ്രാക്ടീസും കാര്യം നല്ല സ്പോർട്സ്മാനായി സർവീസസ് വരയ്ക്ക് ഞാൻ പോൾ വോൾട്ട് ചെയ്യായിരുന്നു. ആസ് എ ഗുഡ് സ്വിമ്മർ. നാട്ടിലുണ്ടായിരുന്ന സമയത്ത് കണ്ടക്കളവും പുളവും പുഴയൊക്കെ ഒന്ന് രീതി കിടന്നിട്ടാണ്. പക്ഷേ അവിടെ അത് കോമ്പറ്റീഷനിൽ പ്രൈസുകളായിട്ട് മാറിയിട്ടുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ ഐ വാസ് പെർഫെക്റ്റ് ആൻഡ് ഐ ഡോണ്ട് അബ്യൂസ് മൈ ബോഡി ബൈ ഡ്രിങ്കിങ്. സിഗരറ്റ് വലി ഉണ്ടായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നു. ഇതിൽ മാത്രമാണ് ഈ ശരീരം ഇന്നും അന്നത്താൽ ചെയ്തിരുന്ന വർക്കൗട്ടുകൾ 76 തുടങ്ങിയ ആ ഒരു എക്സസൈസിൻ്റെ സീക്വൻസുകൾ പോയിരിക്കുന്നത്. 1.5 വർഷം ജവാനായിട്ട് ട്രെയിൻ ചെയ്തു. അത് തന്നെ ടഫ് ട്രെയിനിങ്. അത് കഴിഞ്ഞ് ഓഫീസറായിട്ട് 4 വർഷം അക്കാഡമിയിൽ ട്രെയിനിങ്. ഇറ്റ്സ് എ ഹാർഡ് കോർ ട്രെയിനിങ്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്. മൈ വേസ്റ്റ് യൂസ് ടു ബി 26 ആൻഡ് ചെസ്റ്റ് യൂസ് ടു ബി 38. അങ്ങനൊരു ശരീരമായിരുന്നു. അപ്പം തന്നെ അതുകൊണ്ട് എന്തായി, നന്നായി അന്ന് കഴിക്കും. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ ചിക്കൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പ്രാന്താണ്, തൊടാൻ തോന്നില്ല. അന്നൊക്കെ അവിടെ സമയത്തൊക്കെ ഉള്ള കാശിന് ആഴ്ചയിൽ ഒരു തന്തൂരി ചിക്കന് 5 ചിക്കൻ കിട്ടും. നമുക്ക് വേണ്ട ഫുഡ് ഇവിടുത്തെ ഈ പ്രോട്ടീൻ പൊടിയിൽ നിന്നല്ല, നാച്ചുറലായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് ഓൾവേസ് തിങ്ക് ചെയ്യാൻ എപ്പോഴും എൻ്റെ മൈൻഡിനകത്ത് ഐ ഡോണ്ട് ഗ്രോ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും വയസ്സൊന്നും ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പറയുന്നത് എന്തിനാണെന്നറിയോ, പേടിയാണ്. ഇപ്പോൾ ആൾക്കാർ എന്തെങ്കിലും ഇയാൾക്ക് ഇപ്പോൾ ഒരു പണി കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വല്ല പരിസരം. പക്ഷേ എങ്കിലും പിന്നെ മൈൻഡിൻ്റെ ഒരു സെറ്റാണ്. സോ ട്രൈ നോട്ട് ടു അബ്യൂസ് യുവർ ബോഡി. ദിസ് ഈസ് യുവർ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ആർക്കും അധികാരമില്ല. ഇത് നിങ്ങൾക്ക് മാത്രമേ ഒരാൾക്കും ഇല്ല. നമ്മൾ മരിച്ചു പോയിട്ട് കത്തിച്ച് കളയുന്നവരേക്കും നമ്മുടെ തന്നെ. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഡയറ്റ് സീക്രറ്റ്സ്? ഡയറ്റായിട്ട് മോണം ഒന്നുമില്ല. ഞാൻ അബ്യൂസ് ചെയ്യില്ല. ഭക്ഷണം വാരി വലിച്ച് കുറേ ചോറ് വാരി വെച്ച് ഇത്രയും കൂമ്പാരം എന്നൊക്കെ നിങ്ങൾ എൻ്റെ ഉച്ചത്തെ ചാപ്പാട് കഴിഞ്ഞ് ഞാൻ ഒരു ഇത്ര ചോറായിരുന്നു ഞാൻ ആര്യ പറഞ്ഞ് കഴിച്ച് വൈകിട്ട് വരുന്ന സമയത്ത്. ബാക്കി അതൊന്നും പച്ചക്കറി തിന്നിട്ട് ഞാൻ പോകും. മോഹൻലാലിൻ്റെ കൂടെ ഇരുന്ന് ചാപ്പാട് കഴിഞ്ഞാൽ അതാണ് പ്രശ്നം. ഒരു ദിവസം ഞാൻ ശ്വാസം കിട്ടി. ഞാൻ ഇത് അത് അണ്ണ പൊന്നെണ്ണ ഇനി എന്നെ കൂടെ പറ്റേണ്ടത് ഇനി ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യില്ല കേട്ടോ. അന്നിരുന്ന് കഴിച്ച് പിന്നെ കാരണം ഹി വിൽ ഫോഴ്സ് യു ടു ഈറ്റ്. അപ്പം നമ്മൾ ആ ലെവലിൽ നല്ല ഫുഡ് കേട്ടിട്ടുണ്ട്. ഹി ഈറ്റ്സ് വെൽ. പിന്നെ ലാൽ കഴിച്ച പ്ലേറ്റിൽ നമുക്ക് ലാൽ കഴിച്ച ഞാനൊക്കെ പറയുന്നത് ലാൽ കഴിച്ച കരുവേപ്പില ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ കറിയിലിടാം. അത്രയും ക്ലീൻ ആയിരിക്കും.
അതാണ് ഡാൻഡ്രസ്. പിന്നെ പ്ലേറ്റ് എല്ലാം കഴുകേണ്ട ആവശ്യമില്ല, അത്രയും നീര്. എവിടെ പോയി ആ എല്ല് ഇതൊന്നും എനിക്ക് ഞാൻ നോക്കി എവിടെ പോയി ഇതല്ല ഒരു സാധനമാണ്. അതിനും ഒരു ഭാഗ്യമാണ് അങ്ങനെയൊക്കെ സാപ്പാട് കഴിക്കുന്നത്. സോ അങ്ങനെ എൻജോയ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് പിന്നെ നമുക്ക് വേണ്ടത് കഴിക്കുന്നത്, അല്ല കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങ് ജീവിക്കരുത്. ജീവിക്കാൻ വേണ്ടി കഴിക്കും. ഇപ്പം മമ്മൂക്കാൻ്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ 73 വയസ്സായില്ലേ, ഇപ്പോഴും അദ്ദേഹത്തിനോട് എനിക്ക് അസൂയാണ്. നിങ്ങളൊക്കെ തമ്മിലൊരു കോമ്പറ്റീഷൻ. മമ്മൂക്കാനെ എന്നോട് കോമ്പറ്റീഷൻ ഒന്നുമില്ല, കാരണം ഇപ്പോഴും യൂത്തായിട്ട് നിൽക്കുന്നുണ്ട്. ബട്ട് ദെൻ ബി പോസിറ്റീവ് ആൻഡ് കീപ് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് യു വിൽ ബി ഓൾവേസ് യങ്. ഒരു സമയത്ത് നമുക്ക് അടുപ്പിച്ച് ഒരുപാട് സിനിമകൾ, രാജ്യസ്നേഹവും സൈനികരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരുപാട് എക്സ്പീരിയൻസും പല കാര്യങ്ങളും നമ്മൾ ഒരുപാട് സിനിമകളിലൂടെ കണ്ടിരുന്നതാണ്. പിന്നീട് ഒരു ബ്രേക്ക് വന്നു. എന്ത് പറ്റി? കോവിഡിന് മുമ്പ് വി വാസ് സ്റ്റാർട്ടിങ് എ ഫിലിം കോൾഡ് ഹനാറ. 2018 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് നിവിൻ പോളിയും വെച്ചിട്ട് അഡ്വാൻസ് എല്ലാം വാങ്ങിച്ച് നമ്മൾ പടത്തിൻ്റെ എല്ലാം പ്ലാൻ ചെയ്തു. അങ്ങനെ 2019 പടത്തിന് പോകുന്നതിന് മുന്നെയാണ് പതുക്കെ ഈ കോവിഡിൻ്റെ സംഭവമൊക്കെ വന്ന് 2-3 വർഷം അങ്ങനെ. ഇതിൽ എന്ത് പറ്റിച്ചാൽ നിവിൻ പോളിയുടെ ബോഡി ബിഗൻ ഈ വാസ് ക്യാഷ്. അപ്പം അങ്ങനെയായിട്ട് ആ പടം അതങ്ങ് ഡ്രോപ്പാണ്. പിന്നീട് ഇതും കൊണ്ട് ഞാൻ തമിഴിൽ അത് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ കിട്ടിയത് ഒരുത്തനെ, അവൻ എനിക്കറിയില്ല, ഒരു വർഷം എൻ്റെ പുറകെ നടന്നിട്ട് അടുത്ത ആഴ്ച പടത്തിന് ഷൂട്ടിങ്ങിന് പോകാൻ ഒരാഴ്ചക്ക് മുന്നേ ഈ പയ്യനിൽ നിന്ന് അവൻ ഇന്നേരം പിന്നെ പടം ചെയ്തിട്ടില്ല. അങ്ങനെ ആ പടം അതിപ്പോൾ റിവൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. പ്ലസ് വി ആർ സ്റ്റാർട്ടിങ് എ ഹ്യൂജ് ഫിലിം കോൾഡ് ഓപ്പറേഷൻ രാഹബ്, യമൻ്റെ ബേസിലുള്ളത്. അത് വി ആർ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ പ്രൈം മിനിസ്റ്റേഴ്സ് അപ്രൂവൽ. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് പ്രൈം മിനിസ്റ്ററിൻ്റെ അപ്രൂവൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ള ഡെസിഷൻ മേക്കിംഗ് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇനി അത് പറയാനോ ഇഷ്ടോ ഫിലിം ബനാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ ഈ ഹനാര ഇപ്പോഴും ആ ലവ് സ്റ്റോറി ഇങ്ങനെ നടക്കുന്നുണ്ട്. അതെപ്പോൾ നടക്കും എന്നുള്ളത് ചോദിച്ചാൽ എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. സാറിന് ഒരുപാട് എക്സ്പീരിയൻസ് സാറിൻ്റെ ഈ ആ ഒരു കരിയറിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അതെല്ലാം സിനിമയിലൂടെ കാണാനും സാധിച്ചിട്ടുണ്ട്. ഇതുവരെ സിനിമയിലോട്ട് വരാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടോ? എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളോട് ഇപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമോ? ഇല്ല, ഞാനതും ചെയ്തിട്ടുണ്ട്. ഒരമ്മ ജീവിച്ചിരിക്കുമ്പോഴത്തേക്കും മരിച്ചു പോയതിന് ശേഷമുള്ള മക്കളെന്ന് ഉപയോഗിക്കുന്ന ഒരു ദിവസം ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം 30 minutes കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 10 ദിവസമായിട്ടാണ് തിയേറ്ററിൽ ഓടിയിരിക്കുന്നത്. ഒരു 5 ആന്തോളജി ഫിലിംസ്. അതിനകത്ത് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് അന്ന് സുമാരിയമ്മയായിരുന്നു എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച്, അച്ഛനായിട്ട് ജനാർദ്ദനത്തിൽ. അത് നല്ലൊരു സിനിമ. അതിനൊരു വലിയൊരു സിനിമയാക്കിയിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. ബിക്കോസ് ഇന്ന് കുട്ടികൾ മറക്കുന്നുണ്ട് ഈ അച്ഛനമ്മമാരുടെ വാല്യൂ എന്താണെന്ന്. അതിനെ ഓർമ്മിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ലാലേട്ടനെ വെച്ച് ഒരുപാട് സിനിമകൾ ചെയ്ത സമയത്ത് ഇപ്പം അത്തരത്തിലൊരു സിനിമ ചെയ്യുവാണെങ്കിൽ സർ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല ബെസ്റ്റ് ഇന്നാളെ ഈ ഒരു കഥയ്ക്ക്, എൻ്റെ ഒരു കഥയ്ക്ക് ആപ്റ്റ് ആവുന്ന ഒരു സോൾജറായിട്ട് വരാൻ ആപ്റ്റ് ആവുന്ന ഒരാളാണെന്ന് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ തോന്നുന്ന ഒരാൾ ആരായിരിക്കും? ഞാനിപ്പോൾ ഓഫ് ലൈറ്റ് എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, റോഷൻ മാത്യു. What do you say? അയ്യോ, ഞാൻ ഇന്നാൾ ആ പടം കണ്ട് റോന്ത് കണ്ടു. അതിന് മുന്നേയും റോഷൻ്റെ പല പടങ്ങളും ഞാൻ കാണാറുണ്ട്. പക്ഷെ റോന്തിനകത്ത് ഞാൻ കണ്ടു എനിക്ക് വേണ്ട ഒരു പട്ടാളക്കാരൻ്റെ അതിനകത്തുണ്ട്. അതൊരു കാമുകനായിട്ടും ഒരു റിയൽ സോൾജറായിട്ടും ഒരു കരയുന്ന സോൾജറായിട്ടും എല്ലാം കൊണ്ടും റോഷനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ മീറ്റാണ്. പക്ഷെ ഞാനിതൊരു അപ്രോച്ച് ചെയ്തിട്ടില്ല. ഫ്യൂച്ചറിലുണ്ടാവുമോ? അതല്ല നമ്മുടെ മനസ്സിനകത്ത് എന്താ ആ ഒരു കഥയ്ക്ക് പറ്റുന്നത് റോഷനായിരിക്കും എന്നുള്ളത്. ഐ ഹവൻ ട്രൈഡ് ബിക്കോസ് ഐ ഡോണ്ട് നോ ഹിം. ആ റോന്ത് കണ്ടപ്പോൾ ഞാൻ താടിക്കുന്ന ഗുഡ് ജോബ് ദാൻ എന്നും പറഞ്ഞ് ഞാൻ പോകുന്നു എന്നുള്ളതല്ലാതെ let me see that guy can fit him and he can give a good, I can give him a good break as a different star എന്ന് വരും. കാരണം അതിനകത്തൊരു 3-4 വേരിയേഷൻസ് വരും ഈ ക്യാരക്ടറിൽ. ഒരു കാമുകനായിട്ടും പിന്നെ ഒരു ഭർത്താവായിട്ടും എന്ന് പറഞ്ഞാൽ പല രീതിയിലും. അത് കഴിഞ്ഞ് അവസാനം ഭാര്യ നഷ്ടപ്പെടുന്നൊരു പട്ടാളക്കാരൻ്റെ ഒരു അവസ്ഥ ഇതും കൂടെ ആവുന്ന സമയത്തുള്ള ആ കോമ്പിനേഷന് ഐ ഫൗണ്ട് ഹിം. അതുപോലെ തന്നെ എൻ്റെ മനസ്സിനകത്ത് അതേ ക്യാരക്ടറിന് ഞാനിപ്പോൾ റീസെൻ്റ്ലി ഷൈനെ, അവനിപ്പോൾ ഈ ഡി അഡിക്ഷൻ എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം
ഐ ഷുഡ് ഗീവ് എ ബ്രേക്ക് എന്നത് തോന്നലുണ്ട് മനസ്സിലാക്കുന്നു. ബിക്കോസ് കുട്ടികളും തെറ്റ് ചെയ്യാം. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോറി പറയാനും നമുക്ക് യാതൊരു മടിയും പാടില്ല, നമുക്ക് ചെയ്യാം. അത് റോഷൻ വളരെയധികം കരയുന്ന ആ കണ്ണീര് ഞാൻ കണ്ടു. ആ റോഷൻ്റെ അല്ലോ ഷൈൻ്റെ. സോ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെയാണ് എൻ്റെ മനസ്സിനകത്തുള്ളത്. അതൊക്കെ ഞാനിപ്പോൾ ഈ ഹീറോയിസത്തിൻ്റെ പുറകെ കൂടാനല്ല, എന്നെക്കൊണ്ട് ഇവരെക്കൊണ്ട് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ നോക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതിനകത്ത് വരുന്ന ആ റേഞ്ചിൽ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ അവരും കൂടെ ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ. കീർത്തിചക്ര എന്ന സിനിമ ഒരുപാട് സാക്രിഫൈസസിന് ശേഷമുണ്ടായൊരു സിനിമയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിനിമയായതിന് പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. അതിൽ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ലാലേട്ടൻ, മോഹൻലാൽ എന്നൊരു ആക്ടർ. ആളുടെ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയിൽ ആക്ടിങ്ങിനേക്കാൾ ഉപരി? മോഹൻലാലിൻ്റെ ഇമോഷൻ എന്നുള്ളത്, മോഹൻലാൽ ആ ക്യാരക്ടറിലേക്ക് ഞാൻ ചേർന്നു. ഞാൻ ആ കഥ പറയുന്ന സമയത്ത് അത് നമുക്കൊരു കഥ പറയുന്ന സമയത്ത് നമുക്കറിയാം ഈ ആർട്ടിസ്റ്റ് ആ ക്യാരക്ടറിൽ കയറി കഴിഞ്ഞിരുന്നു. അത് അയാളുടെ മുഖത്ത് കാണാം. ഇപ്പം ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി നരേഷൻ ബോംബെയിൽ സൂമിലാണ്. എൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഈ ആർട്ടിസ്റ്റിൻ്റെ കണ്ണ് മുഴുവൻ ചുവന്ന് ഇരിക്കുന്ന കണ്ണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഹോൾഡ് ഓൺ, ഇനി ഹെവിയാണ് വരാൻ പോകുന്നത്. അപ്പോഴും ഞാൻ നോക്കിയാണ്. പിന്നെ ഹെവി ആയപ്പോഴത്തേക്കും ഹീ കോൺ കൺട്രോൾ ആൻഡ് ഹീ സ്റ്റാർട്ട് ക്രൈ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഫിലിം ബൈ മേജർ രവി. അപ്പം ഇങ്ങനെ ഇരുന്നിട്ട് സർ വെൽക്കം എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞാണ് വന്നിരുന്നത്. ദാറ്റ് മീൻസ് ഹീ കോട്ട് ദറ്റ് ക്യാരക്ടർ ഇൻ ടു. സർ ഐ ഹാവൻറ്റ് ഹേർഡ് എ സ്റ്റോറി ലൈക്ക് ദിസ്, ഹി കാൺട്ട്, ഇറ്റ്സ് ടു ഹെവി. ക്യാൻ യു ഡു ഇറ്റ്? യെസ് സർ, ഐ വോണ്ട് ടു ഡു ദിസ്. അതാണ് ചാലഞ്ച്. ഇതാണ് മോഹൻലാലും കീർത്തിചക്ര എന്നുള്ള പടം കേട്ട് യെസ് എന്നങ്ങ് പറയും. പലരും ബാക്കൗട്ട് ചെയ്യിപ്പിച്ചു. ഓക്കെ, പലരും ഇവിടെ പ്രൊഡക്ഷൻ പോലും ചെയ്യില്ലെന്ന് പറഞ്ഞ് ബാക്കൗട്ട് ചെയ്ത് പോയി മലയാളത്തിൽ. അതാണ് സൂപ്പർ പിടിച്ച സാറ് വന്ന് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം അവിടെ ലാലിൻ്റെ കൺവിക്ഷൻ ഈ പടം ഗോയിങ് ടു ബി എ ഹിറ്റ് എന്നുള്ളത് ലാൽ അവിടെ കണ്ടു. അതാണ് അത് 155 ദിവസം തിയേറ്ററിൽ ഓടി അന്നത്തെ കാലത്ത്. ഇത്രയും വ്യാജ സീരിയൽ ഉണ്ടായിരുന്ന സമയത്ത്. അപ്പം അതാണ് ആ സിനിമ. അത് മോഹൻലാൽ എന്നുള്ള വ്യക്തിയുടെ കൺവിക്ഷനാണ്. പക്ഷേ ഓഫ് ലൈറ്റ് പലയിടത്തും മോഹൻലാലിൻ്റെ കൺവിക്ഷൻ തെറ്റിപ്പോയിട്ടുണ്ട്. പല പടങ്ങളും നമ്മൾ കാണുന്ന സമയത്ത് എന്തിനാണ് ഈ പടം ചെയ്തിരിക്കുന്നതെന്ന് തോന്നും. അത് ഓഫ് ലൈറ്റാണ്. അന്നത്തെ കാലത്തെ മോഹൻലാൽ വാസ് സംതിങ് ഡിഫറെൻറ്റ്. കീർത്തിചക്ര സമയത്ത് അദ്ദേഹത്തിന് ആ കൺവിക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കൺവിക്ഷൻ കൊണ്ടാണ് ഞങ്ങൾ 5 പടം ചെയ്തിരിക്കുന്നത്. 5 പടത്തിലും ഒന്നും നിങ്ങൾ ചിലപ്പോൾ ഫ്ലോപ്പ് എന്ന് പറയരുത്, 1 or 2 പടങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ പടം ഇറ്റ്സ് എ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. നിങ്ങൾ ഏതിൽ നോക്കണം? യൂട്യൂബിൽ നോക്കണം. 1971 45 മില്യൺ ആൾക്കാർ യൂട്യൂബിൽ കണ്ടിരിക്കുന്ന ആ പടം. വേറെ ഇവിടെ നിങ്ങൾ ഈ ഫ്ലോപ്പ് എന്ന് പറയും. കാരണം എന്താണ്? തിയേറ്ററിൽ പടം നമ്മൾ ലാസ്റ്റ് ഹാഫ് ആൻ അവർ ഫുൾ ഡാർക്ക്. അത് നിങ്ങളുടെ ഗ്രേഡിങ്ങിൻ്റെ തെറ്റാണ്. ടി വിയിൽ വന്നപ്പോൾ ഉക്കരം പടം കേട്ടോ, വാട്ട് ആൻ ഇമോഷൻ എന്നാണ്. അതെൻ്റെ കഷ്ടകാലം. എനിക്ക് ഈ പടം കണ്ടിട്ട് റിലീസ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ പ്രൊഡ്യൂസറിൻ്റെ ഒരു മാനേജർ ഉണ്ടായിരുന്നു എടുത്താൽ. അവനത് അന്ന് തന്നെ റിലീസ് ചെയ്യണം. കാരണം എന്താണ്? അവനടുത്ത മമ്മൂക്കാൻ്റെ പടം റിലീസ് ചെയ്യണം. രണ്ടും അവൻ തന്നെയായിരുന്നു മാനേജർ. അതിന് നമ്മൾ മാറ്റിപ്പോയി. അങ്ങനെ ചില സമയങ്ങളിൽ യു ഷുഡ് നോട്ട് സക്കം ടു സർട്ടൻ അതർ പീപ്പിൾസ് പ്രഷർ. ആസ് എ ഡയറക്ടർ ഗെറ്റ് കൺവിക്ഷൻ ഫുള്ളായിട്ട് ഓക്കെ കണ്ടു, ഓക്കെ ഇനി വിട്ടോ. എന്നിട്ട് പിന്നെ അത് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് യുവർ ഫോൾട്ട്. ദിസ് വൺ വാസ് നോട്ട് മൈ ഫോൾട്ട്. നിങ്ങൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻസിൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കുഞ്ഞു കുസൃതിയോ എന്തെങ്കിലും? ഞങ്ങൾ പലതും ചെയ്തു. അതങ്ങനെ പരസ്യമായിട്ട് എനിക്ക് പറയാനും പറ്റില്ല. ഞാനും ലാലും ചില സമയത്ത് ലാലിന് അങ്ങനെ ഒരു മൂഡ് വരുന്ന സമയത്ത് പറയാൻ പറ്റുമൊന്ന് അല്ല, ലാലിന് അങ്ങനെ ഒരു മൂഡ് വരുന്ന സമയത്തുള്ള ഈ ബിക്കംസ് റിയലി എ ചൈൽഡ്. ആ ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ആ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ മനുഷ്യൻ എന്തുന്നത്. അതിന് നമ്മളിപ്പോൾ ഒരു റൂമിലൊക്കെ താമസിക്കുകയാണെങ്കിൽ ശരി, ടവലേറ്റിൽ പോകണം മൂപ്പർ പിടിച്ച് വിളിച്ച് കഴിഞ്ഞാൽ എന്നാൽ അതല്ലേ പറയും. ലാലിനെ നിങ്ങൾക്കറിയില്ല. ലാലൊരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളെ പോലെയാണ്. അതേ ആൾ ആണ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അഭിനയിക്കാൻ പറ്റുന്ന സമയത്ത് അത്രയും സീൻ ഒരു തന്മാത്ര പോലുള്ള ആക്ഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ചിത്രം പോലുള്ളത്. അങ്ങനെ പല സ്ഥലങ്ങളിലും ആ വ്യക്തി ആരാണ്, അതൊരു ജന്മസിദ്ധമായിട്ടുള്ള കഴിവാണ്, ദൈവം കൊടുക്കുന്നതാണ്. അത് കോടികളിൽ ഒരാൾക്ക് കിട്ടുന്നൊരു കഴിവാണ്. അമിതാഭ് ബച്ചൻ പറഞ്ഞിട്ടുള്ളത് അഭിനയിക്കുന്നത് യുണോ. അപ്പം ആ അമിതാഭ് ബച്ചനാണ് നമ്മൾ അഡ്മയർ ചെയ്യുന്ന. അമിതാഭ് ബച്ചനാണ് ഈ പറയുന്ന ഒരാളിനെ കുറിച്ച്.
സോ അത് നിങ്ങൾ ആരോ അസൂയപ്പെട്ടൊരു കാര്യത്തിൽ അതൊരു വേറൊരു അവതാരമാണ്. അപ്പോൾ ആ ആളോട് 5 പടം ചെയ്യാൻ പറ്റില്ല, 4 ഐ ആം വെരി ഹാപ്പി. ഞാൻ അതിൻ്റെ പേരിൽ മേജർ രവിക്ക് ഞാൻ പണം കൊടുക്കില്ല, വേണ്ട, ഞാൻ നോട്ട് ബോതേർഡ്. ഒരു 5 കിട്ടിയില്ല എനിക്ക്, അതെൻ്റെ ഭാഗ്യമല്ലേ. സോ ഐ വിൽ ബി വെരി ഹാപ്പി ആൻഡ് ഐ വിൽ റിമെയിൻ താങ്ക്ഫുൾ ടു ഹിം ആൻഡ് ദാറ്റ് ആ ലോയൽറ്റി ഉണ്ടായിരിക്കും. അത് പിന്നെ ചോദിക്കും മമ്മൂക്കാൻ്റെ പ്രശ്നം എന്താ പറയുക, മമ്മൂക്ക നമുക്കൊരു എൽഡർലി, നമുക്ക് ആ അടുത്തേക്കാണ് പോയിട്ട് കോമഡി അടിക്കാൻ പറ്റില്ല. ലാലിനെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കടിയും കൊടുത്തിട്ട് കോമഡി അടിക്കാം, മമ്മൂക്കാനെ പറ്റില്ല. അവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇതാണ് എൻ്റെ പ്രശ്നം, ബാക്കിയുള്ളവരും എനിക്കറിയില്ല. എനിക്ക് മമ്മൂക്കാനെ ദൂരെ നിന്നിട്ട് ഇങ്ങനെ ആ റെസ്പെക്റ്റ്, അതങ്ങനെയാണത്. അതൊരു വേറൊരു അവതാരം, ഇത് വേറൊരു അവതാരം. ഇതെപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ വിളിക്കൊന്നുമില്ല, പക്ഷെ കാണുന്ന സമയത്ത് എല്ലാം ബാക്ക്ലോഗും വരും, പറയുകയും ചെയ്യും. ചില കാര്യങ്ങൾ തെറ്റ് ചെയ്തിട്ടുള്ളത് വിളിച്ച് പറയുകയും ചെയ്യും. പരിപാടി ചെയ്തേട്ടാ, അത് വേണ്ട കേട്ടാ, അത് ഇല്ലണ്ണ, അങ്ങനെ ഇല്ല. അതാ പറയുന്നത്, ഒരു കുട്ടിയാണ്. നമ്മളോടൊപ്പം ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേയിൽ നമ്മളോടൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി. So you enjoy yourself. Thank you so much for spending this much of time with me. എനിക്കും മനസ്സ് പറഞ്ഞ് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ടൈം കാണുന്നവർക്ക് വീണ്ടും സന്ധിപ്രായം, എന്താണ് അതിന് പറയുന്നത്, വീണ്ടും സന്ധിക്കും വരയ്ക്കും. താങ്ക് യു. താങ്ക് യു.